ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണിനാണ് കേട്ടോ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചക്കരയാണ് എൻ്റെ ഹെൽപ്പർ. ആക്ച്വലി ഞാനും ചക്കരയും കൂടെ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകണമെന്നൊക്കെ ഭയങ്കര പ്ലാനൊക്കെ ഇട്ടിരുന്നതായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അലൻ ഇന്ന് പോവല്ലോ, അപ്പോൾ അവൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ. കുട്ടി വെക്കേഷന് കൂടാൻ വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. അന്നേരം നോക്കുമ്പോൾ അമ്മേൻ്റെ പഴയ ഫോട്ടോ നോക്കി അയവറക്കാണ് കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാം. അല്ലെങ്കിലും ഇപ്പം തന്നെ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ നോക്കിയിട്ട് അയവറക്കാറുണ്ട്. അതുപോലെ അമ്മേൻ്റെ പഴയ ഫോട്ടോ ഒക്കെ നോക്കി അയവറക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വന്നിട്ട്. അമ്മേൻ്റെ അടിപൊളി നെയ്ച്ചോറും എൻ്റെ ഗോബി മഞ്ചൂരിയും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മക്കളെ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ എന്താ വെച്ചാൽ അലനാണെങ്കിലൊന്നും ഗോബി മഞ്ചൂരി കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്തുണ്ടാക്കി കൊടുക്കുന്നു അതാണ് അവൻ്റെ ഗോബി മഞ്ചൂരി. ഓക്കെ, അതുകൊണ്ട് ഞാനിന്ന് സെറ്റാക്കാൻ പോവാണ് ഗായ്സ്. പക്ഷേ കോമഡി ഇതല്ല കേട്ടോ. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഐറ്റം ഉണ്ടാക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പകുതിയിലേറെ സാധനങ്ങളും ഇല്ലായിരുന്നു. മെയിനായിട്ട് വേണ്ട സാധനം ഉണ്ടായിരുന്നു. എന്ത്? കോളിഫ്ലവർ. പിന്നെ എൻ്റെ കയ്യിലുള്ള മസാലകളൊക്കെ ഒരു തട്ടിക്കൂട്ട് ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിലും പിള്ളേർക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഞാനും ഹാപ്പി കേട്ടോ. ഇത് ഞാൻ നെയ്ച്ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ഉള്ളി വാട്ടില്ലേ, അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ വാടണമായിരുന്നു എന്ന് തോന്നി. സാരില്ല, ഉഷമ്മ പറയും പോലെ ചെയ്തല്ലേ പഠിക്കുക, നീ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ഭയങ്കര പ്രോത്സാഹനമാണ്. എന്ത് ഉണ്ടാക്കാനാണെങ്കിലും അത് ഉണ്ടാക്കിയല്ലേ പഠിക്കുക എന്നൊക്കെ പറയട്ടോ. കൊളാവും ചില സമയം കൊളാവില്ല. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒറിജിനൽ ഐറ്റം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പിള്ളേർക്ക് അതറിയില്ലല്ലോ രമണ. അടുക്കളയിലെ പണിയൊക്കെ ഒരുവിധം ഒതുങ്ങിയപ്പോൾ ഞാൻ മെല്ലെ പുറത്ത് വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. നട്ടക്കുന്തിരി വെയിലത്ത് പിള്ളേരെല്ലാം കൂടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അലനെ കിട്ടിയതിന് ശേഷം അല്ലുട്ടനാണെങ്കിലും തുമ്പിയാണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അല്ലെങ്കിലേ വികൃതിയാണ്. അതിൻ്റെ കൂടെ അവനെയും കൂടെ കിട്ടിയപ്പോൾ അടിപൊളിയായി. പിന്നെ ഞാനൊരു പാക്ക് തൈര് വാങ്ങാൻ വിചാരിച്ച് കടയിൽ നോക്കുമ്പോൾ കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ അത് ഞാൻ ഇത്രയും വെയിലും കൊണ്ട് ഇവിടെ വരെ വന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ തിരിച്ചു വരികയാണ് കേട്ടോ. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഇച്ചിരി തൈരുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു ഇഞ്ചി ഒക്കെ കൂട്ടിയിട്ട് നന്നായൊരു ചമ്മന്തി അങ്ങോട്ട് അരച്ചു. പിന്നെ അതാ ഇലയൊക്കെ എടുത്ത് പിള്ളേർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി എനിക്കൊരു ഓർമ്മ കേട്ടോ. ഞാൻ അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ മാമി എപ്പോഴും എല്ലാം നല്ല ഫുഡുകൾ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അത് എപ്പോഴും മാമി ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞങ്ങൾ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് മാമി ഭയങ്കര കുക്കാണ്. അപ്പം മാമി നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും. അതുപോലെയല്ലേ ഇവർ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അവനൊക്കെ ഇഷ്ടപ്പെട്ടു. ഓഹോ, എനിക്ക് വയ്യ. അവൻ നേരത്തെ ഈ സാധനം കഴിക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിയൊക്കെ കുശാലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. എന്നാലും വേണ്ടില്ല, ഞങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ തിരുനെല്ലിയിലേക്ക് അവർ പോയതല്ലേ, അങ്ങനെ അവർ പോയി വരണം. എന്നാലേ ഞങ്ങൾക്ക് നോൺ വെജ് ഒക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം നോലുമൊക്കെ മുറിക്കാനാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ്. നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ എന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ. ചക്കരയ്ക്ക് ചെറുതായിട്ടൊരു പനിക്കോളുണ്ട് ഗൈസ്. അതുകൊണ്ട് അവൾ സൈഡായിരുന്നു. എന്നാലും ഞാൻ അവളെ കുത്തിപ്പൊക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി ഞങ്ങൾക്ക് മെയിൻ കലാപരിപാടി ഉണ്ട്. അത് എന്താണെന്നല്ലേ അല്ലേ, അത് നിങ്ങൾ വൈകാതെ കാണും ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ട് ഇടാം. ഓക്കെ, ബൈ.